അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സഹോദരങ്ങൾക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ചാൽ അടപ്പായസമാണ്. അപ്പം ഈ അട എന്ന് പറയുന്നത് മൈദ അടയാണ്. സാധാരണ നമ്മൾ അരിയട കൊണ്ടാണ് അടപ്പായസം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മൈദ അട കൊണ്ടാണ്. അതിനായി ആദ്യം തന്നെ ഒരു തേങ്ങ എടുത്ത് നന്നായിട്ട് തിരുമിയെടുത്തതിന് ശേഷം അതിലൊരല്പം വെള്ളം ചേർത്ത് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ടാം പാലിനും മൂന്നാം പാലിനുമായിട്ട് ഞാനിതൊന്ന് ചതച്ച് പിഴിഞ്ഞാണ് എടുക്കുന്നത്. അതായത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് പിഴിഞ്ഞ് രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഉരുകി വരുമ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമുക്ക് ഈ മൈദ അട ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കാരണം ഈ പാത്രത്തിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അട ഒന്ന് വഴറ്റിയ ശേഷം ഒരു കൈപ്പിടി ചവ്വരിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചവ്വരി കാച്ചിയെടുത്ത് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഇതിപ്പോൾ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഈ അട വഴറ്റുന്നതിനോടൊപ്പം തന്നെ ചവ്വരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ നെയ്ക്കകത്തിട്ട് ഈ അടയും ചവ്വരിയും നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സേമിയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ അടയും വറുത്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് വറുത്തെടുത്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓണമായി കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ബഹളമാണ് അല്ലേ? അപ്പോൾ ഏതെല്ലാം തരം പായസങ്ങൾ ഉണ്ടാക്കാവോ അതെല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഇതിപ്പോൾ സാധാ പായസം തന്നെ. ഇത് പലരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മൈദ അട കൊണ്ട് ഞാൻ ഈ പായസം ഇത്തവണ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത വശം തന്നെ ഇനി ഒരു മീഡിയം ഫ്ലെയിം വെച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പാത്രം പെട്ടെന്ന് അടുക്കി പിടിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ഒന്ന് കൈ എടുക്കണമെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിൽ നിന്ന് കൈ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നന്നായിട്ട് അതൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആദ്യം തന്നെ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ശർക്കര പാനിയാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടി അഴുക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അരിക്കാതെ തന്നെ ഞാൻ ഇതിലേക്ക് ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് കുറിയ ശേഷമാണ് ശർക്കര പാനി ചേർക്കുന്നത്. കാരണം മൈദയ്ക്ക് നല്ല വേഗമുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര പാനി ചേർക്കാവൂ. കാരണം ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേകാൻ വലിയ താമസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു പകുതി മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാവൂ. അങ്ങനെ ശർക്കര പാനി ചേർത്ത വശം തന്നെ നന്നായിട്ട് ഇളക്കി അതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അടയും ചവ്വരിയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കും. അടപ്പായസത്തിന് അടയും ചവ്വരിയൊക്കെ വെന്തില്ലെങ്കിൽ പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് വെന്ത് ശർക്കര പാനിയൊക്കെ അതിൽ പിടിച്ചൊന്ന് കുറുകി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് പഞ്ചസാര ഒക്കെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് കുറുകി നമ്മൾ ഒഴിച്ചിരിക്കുന്ന ശർക്കര പാനിയൊക്കെ അതിനകത്തൊന്ന് പിടിച്ച് അട വേണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് എടുത്ത് കടിച്ച് നോക്കാം മധുരമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയ ശേഷം നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ അതെല്ലാം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെയും മീഡിയം ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മൊബൈലിൽ വരുള്ളൂ. അപ്പോൾ ഇതിലുള്ള ഫീഡ്ബാക്ക് തരാനും മറക്കരുത്. അങ്ങനെ ശർക്കരയും രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ചേർന്ന് നമ്മുടെ അടയും ചവ്വരിയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാല് ചേർക്കുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ചട്ടിയിലെ ചൂട് മാത്രം മതി. ഈ ചട്ടിക്ക് ഭയങ്കര ചൂടാണ്, അത് കാരണം ഞാൻ തീ ഓഫ് ചെയ്ത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ചവ്വരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. സേമിയയും ഒക്കെ ഈ സമയത്തൊന്ന് കടിച്ചു നോക്കുമ്പോൾ നല്ല വെന്ത് അഴകുഴമ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒന്ന് തണുത്തും കൂടെ കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ ഇത് നല്ല സെറ്റായി കിട്ടും. ഇനി ഈ സമയം നമുക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരിയുടെ അല്ലാത്തത് കൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാഞ്ഞത്. ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ അടയും ചവ്വരിയും നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ചേർന്ന് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.